ഹായ്, ഞാൻ സതീഷ് കുമാർ കെ പി ഭടൻ. ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പറയാൻ എല്ലാവരും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സത്യങ്ങൾ പുറത്തു വരണം എന്നുള്ളത് കൊണ്ടാണ്. ഇത് എനിക്ക് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ എന്ന വക്കീൽ നോട്ടീസാണ്. നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ 2022 തന്ന നോട്ടീസാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ അവർ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇവരെ പട്ടാളത്തെ ഞാൻ അപമാനിക്കുന്നു, അത് ഞാൻ എഴുതാൻ പാടില്ല, ഇനി ഒരു മേലധികാരികൾക്ക് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ് എനിക്ക് അയച്ച വക്കീൽ നോട്ടീസാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു ഇവരുടെ കള്ളത്തരങ്ങൾ മൊത്തം നിയമവിരുദ്ധമായ കാര്യങ്ങൾ, മോഷണം, ഇതുപോലെ ഒരു സ്റ്റേഷൻ കമാൻഡർ യൂണിഫോം ഇട്ടിട്ട് ഇതുപോലെ യാതൊരു വിലയുമില്ലാതെ ഒരു കൾച്ചറില്ലാത്ത പരിപാടി. കാരണം കേരള സർക്കാർ അനുവദിച്ച ഷോപ്പ് നിയമവിരുദ്ധമായിട്ട് നീക്കം ചെയ്ത് അകത്ത് കൊണ്ടുപോയി, അകത്തനുവദിക്കാൻ പറ്റത്തില്ല, കേരള സർക്കാർ അനുവദിച്ച ഷോപ്പാണ്, വെളിയിലാണ്, രേഖകളും ലൈസൻസും ഉള്ളതാണ്, എന്നിട്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് പറയുകയും എന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് വ്യാജരേഖകളും ഇതെല്ലാം പരത്തിയാണ് ഇവർ രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ അന്ന് തൊട്ടെഴുതിയ എല്ലാ രേഖകളും വീഡിയോകളും എല്ലാം ഇപ്പോൾ എൻ്റെ കൈവശമായി. ഇത് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് എല്ലാ രേഖകളും, നിങ്ങൾ കണ്ടാണല്ലോ വീഡിയോസും എല്ലാം. ഇവർ പറഞ്ഞ് ഇവിടെ വന്നിട്ടില്ല, ഞങ്ങൾ സ്റ്റേഷൻ കമാൻഡർ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നൊക്കെയാണ്. നിങ്ങൾ കണ്ട 4 കമാൻഡർ, ബ്രിഗേഡ് ശേഷാദ്രി സാർ, ഡെപ്യൂട്ടി കമാൻഡർ ഹരികൃഷ്ണൻ, ലഫ്റ്റനന്റ് കേണൽ അശ്വിൻ അലാവട്ട് സാർ, ആടം കമാൻഡർ മുരളീധര സാർ, എല്ലാവരും ആൽബമൊക്കെ കണ്ടാണ്. പറയാൻ കാര്യം വേറൊന്നുമല്ല, ഇത്രയും നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഈ ഭൂമിയിൽ ഇല്ലാതാകണം. അതായിരുന്നു ഇവർ എന്നെ കേസിൽപ്പെടുത്താനും എല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പോൾ യൂണിഫോം ഇട്ട ഈ അധികാരികൾ ചെയ്യുന്ന തെറ്റുകൾ പുറലോകം അറിഞ്ഞിരിക്കണം, പൊതുജനം അറിഞ്ഞിരിക്കണം, സർവീസിൽ ഇരിക്കുന്നവരറിഞ്ഞിരിക്കണം, എക്സർവീസ് പാർട്ടികളും അറിഞ്ഞിരിക്കണം, എല്ലാ അധികാരികളും അറിഞ്ഞിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഞാനീ പറയാനുള്ള കാര്യം, നിങ്ങളെല്ലാം വീഡിയോകളിൽ റോഡിൽ വന്ന് ഇങ്ങനെ ഇവരെ അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് വേലകൾ ചെയ്യുമ്പോൾ അതിർത്തി പോയിട്ടും ഇതേ സ്റ്റേഷൻ കമാൻഡർ ഇതേ വേലയല്ലേ ചെയ്യുന്നത്, നല്ല വേലകളൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് ചോദിക്കാൻ ഇവിടെ ഒരു അധികാരികളും ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ തെളിവുകളെല്ലാം ഇത്രയും നാളും ഞാൻ തെറ്റുകാരനായിട്ടാണ് സമൂഹം എന്നെ കണ്ടുകൊണ്ടിരുന്നതും, സർവീസിലുള്ളവരും എക്സർവീസ് പാർട്ടി എല്ലാവരും. അതിനുള്ള വ്യക്തമായ തെളിവുകളാണ് ഞാൻ ഈ വീഡിയോ ഇതെല്ലാം ഇട്ടതും. കൂടാതെ ഇതിൻ്റെ ലൈസൻസും പേപ്പറുകളും എല്ലാം ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇതിന് അപേക്ഷ കൊടുത്തിട്ട് സ്റ്റേഷൻ കമാൻഡർക്ക് മറുപടി നൽകാൻ പറ്റിയിട്ടുമില്ല. RTA പ്രകാരം എല്ലാ രീതിയിലും മറുപടി നൽകാൻ കിടക്കുകയാണ്. അപേക്ഷ നൽകി അവർക്ക് മറുപടിയില്ല നൽകാൻ. വായി പഴം വെച്ച പോലെയാണ് സ്റ്റേഷൻ കമാൻഡർ നടക്കുന്നത്. പിന്നെ എന്ത് ഇജ്ജത്താണ് ഒരു സ്റ്റേഷൻ കമാൻഡറിനുള്ളത്? പിന്നെ ഈ സ്റ്റേഷൻ കമാൻഡറോട് ഈ ആർമി നാണം കെടാതിരിക്കാനും ഇതുപോലെ ആയിരിക്കും ഞാൻ അപ്പോയിൻമെൻറ്റും ചോദിച്ചതാണ്. കാരണം ഞാനത് പറയാം, ഇതുപോലെ കേരള സർക്കാർ നിയോഗിച്ച ഷോപ്പാണ്, ഇതുപോലെ ചെയ്ത് നിയമവിരുദ്ധമാണ്, ഇതിനൂടെ ഇവർ അനുവാദം തരാതാണ് ഇങ്ങനൊരു വക്കീൽ നോട്ടീസ് വരെ എനിക്ക് അയച്ചിട്ടുള്ളത്. ഇവരുടെ വിചാരം ഇതൊക്കെ മുങ്ങിപ്പൊങ്ങി പോകും, ഒരിക്കലും ഇത് പൊങ്ങി വരത്തില്ല എന്നൊരു പൂർണ്ണ വിശ്വാസം ഇവരിൽ മേലുണ്ടായിരുന്നു. അതാണ് ഇവർക്ക് പറ്റിയ തെറ്റും. ഇപ്പോൾ ഇത് നിയമപരമായിട്ട് അന്വേഷണത്തിലാണ്, പ്രധാനമന്ത്രി പ്രോട്ടോക്കോളിലും കിടക്കുകയാണ്. എന്നെ സഹായിക്കാൻ ഒരു സംഘടനകളോ ഒരു അധികാരികളോ ആരും തന്നെ ഇല്ലായിരുന്നു. കൂടാതെ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ, ഇവരെ നേരിക്കണ്ട് ഞാൻ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളെല്ലാം, അപേക്ഷകളും എല്ലാം അവർ വീട്ടിലെല്ലാവർക്കും, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നേരിൽ കയറി 10-16 പ്രാവശ്യം നൽകിയിട്ടുള്ളതാണ്. ഈ കോർപ്പറേഷനും പൂജപ്പുര പോലീസും ആണ് ഇവർക്ക് സ്റ്റേഷൻ ഒത്താശ നൽകി സർക്കാരിൻ്റെ ഷോപ്പ് മോഷണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ഭരണഘടനാ നിയമ ലംഘനമല്ലേ? ഒരു യൂണിഫോമിനിട്ട ഒരു അഭിമാനമാണോ ഇത്? അപ്പോൾ ഇതൊക്കെ പുറത്ത് പറയാൻ പാടില്ല. പറയാൻ നമ്മൾ കെട്ടവനാണ്. കാരണം ആർമിയെ അധിക്ഷേപിച്ചു. അപ്പോൾ ഈ ചെയ്യുന്നതൊന്നും അതിശയമല്ലേ? പറയുന്നതാണോ തെറ്റ്? ഇതൊന്നും മനസ്സിലാക്കണം. ഇതിൻ്റെ ഉള്ള നീതിക്കുള്ള പോരാട്ടത്തിലാണ് ഞാൻ. ഇതിൻ്റെ ഏതറ്റം വരെ ആയാലും പോരാടി ഞാൻ എൻ്റെ നീതി കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം 10% കീടങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണും എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിനിയും ഇതിനുള്ള നീതിയുടെ പോരാട്ടത്തിലാണ്. അപ്പോൾ ഇതിൽ ഭടൻ ജയിക്കുമോ സ്റ്റേഷൻ കമാൻഡർ ജയിക്കുമോ എന്നുള്ളൊരു അഭിപ്രായം കൂടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എന്നെ അറിയാവുന്നവർ പേടിച്ചോ ഭയന്നോ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൽ ഭടൻ ജയിക്കുമോ സ്റ്റേഷൻ കമാൻഡർ ജയിക്കുമോ? അഭിപ്രായം രേഖപ്പെടുത്തണം. നന്ദി, നമസ്കാരം. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം.